ഈ സിനിമാ നടിമാർക്ക് പരാതി കൊടുത്തവരെ പേരിലൊക്കെ കേസെടുത്തോ? അതിലിപ്പം മുകേഷിന് ഒഴിച്ച് ബാക്കിയുള്ള പേരിലൊക്കെ കേസെടുത്തെന്നാ അറിയാൻ കഴിഞ്ഞ്. മുകേഷിന് കേസെടുക്കാത്ത മുകേഷിന് കേസെടുക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകേഷിനെതിരെയുള്ള പരാതി പാർട്ടിക്കെതിരെ ശത്രുക്കൾ നടത്തുന്ന പരാതിയാണ്. അത് മുകേഷിനെതിരെ അല്ല പരാതി, അത് പാർട്ടിക്കെതിരെയാണ്. പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഗൂഢതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ഈ സംസ്ഥാനത്ത്. അപ്പോൾ പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ടും പാർട്ടിയെ സമൂഹത്തിന് മുമ്പിൽ കരിവാരി തേക്കാൻ വേണ്ടിയിട്ടും പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടും ആണ് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചത്. മുകേഷൊന്നും അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോലും. മുകേഷക്കാരനെ വളരെയധികം ക്ലീൻ ഷീറ്റ് എന്ന് പറയേണ്ട CPM എന്ന് പറഞ്ഞാൽ മതി. CPM എന്ന് പറഞ്ഞാൽ തന്നെ ക്ലീൻ ഷീറ്റ് എന്ന അർത്ഥം. ഒരു കക്കൂല, അഴിമതി നടത്തൂല, ഇത്തരം തമ്മാടിത്തരങ്ങളൊന്നും ചെയ്യൂല, അത്തരം പ്രവൃത്തികളൊന്നും ഓല ഭാഗത്തുണ്ടാവില്ല. ഓല അച്ചടക്കത്തോട് കൂടിയിട്ട് മാന്യമായിട്ടുള്ള ജീവിത സംസ്കാരങ്ങൾ, അതാണ് ഓരോ രീതി. ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും വളരെ ഡീസൻ്റ് ഇക്കാരോല് ആളുകളോട് പെരുമാറുന്നതിലും സർക്കാർ ഫണ്ട് ഉപയോഗിക്കുന്നതിലും മറ്റേലും മറിച്ചതിലും ജനങ്ങളായിട്ട് ഇടപെടുന്നതിനൊക്കെ വളരെ ഡീസൻ്റ് ഇക്കാരം. ഒരു ബോംബ് ഉണ്ടാക്കുക, ആയുധം ഉണ്ടാക്കുക, തല്ലുണ്ടാക്കുക, അക്രമം നടത്തുക, അങ്ങനത്തെ ഒന്നും വർഗീയത പറയുക, അങ്ങനത്തെ ഒന്നും ഒരു പ്രവൃത്തിയും പോലെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. അപ്പം ശരിക്കും പിന്നെ എന്താണ് ഈ സത്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചോദിച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ അത് CPM ആണെന്ന് പറഞ്ഞാൽ മതി. അത് കാണിച്ചു ഈ നേതാക്കന്മാരെ കാണിച്ചു കൊടുത്താൽ മതി. അത്ര ക്ലിയർ ചെയ്യാനും ഓരോരുത്തർ ഫാൾട്ട് ഉണ്ടാവില്ല. ഈ മുകേഷിലൂടെ പാർട്ടിയെ തകർക്കാനാണ് ഈ ആരോപണം ഉന്നയിച്ചവരെ ശ്രമം. അതുകൊണ്ട് തന്നെ ഈ ആരോപണം ഉന്നയിച്ചവരെ കുറിച്ച് വളരെ വിശദമായ അന്വേഷണം ഉണ്ടാവും. ആ അന്വേഷണത്തിന് മുമ്പ് നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തി ഇറങ്ങിയില്ല, ചട്ടിയിട്ട് ആ മറിയക്കുട്ടി ചേട്ടത്തിൻ്റെ അന്വേഷണം നടത്തി 2.5 ഏക്കർ ഭൂമിയൊക്കെ ഉണ്ട് കണ്ടെത്തി ദേശാഭിമാനിയിൽ കൈരടിയിലൊക്കെ വന്നില്ലേ. അതേമാതിരി മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചവരുടെ പേരിൽ കേസുണ്ടാവും. അത് അന്വേഷിച്ച് അവരുടെ പഴയ കാല ചരിത്രങ്ങൾ, അതായത് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്തെ ചരിത്രങ്ങൾ വരെ കുത്തിപ്പൊക്കി വരെ കൊണ്ടുവരും. അത് കൊണ്ടുവന്നിട്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ നോക്കുന്നവർക്ക് പാർട്ടി തിരിച്ചടി കൊടുക്കും. അപ്പോൾ മുകേഷിൻ്റെ പേരിൽ കേസുണ്ടാവില്ല.